മഹേഷ് പോലൂർ ചേരുന്നുണ്ട് അഹമ്മദാബാദിൽ നിന്ന്. മഹേഷ്, ഇന്ത്യയുടെ കൂട്ടുകെട്ട്, അതായത് സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തുടങ്ങി വെച്ച ആ ഒരു തുടക്കം, അത് തന്നെ ഏതാണ്ട് സഞ്ജു ഔട്ടാകുമ്പോൾ സ്കോർ 200-ന് മുകളിൽ കടന്നിരിക്കുന്നു. ഏതാണ്ട് ജയിക്കാനുള്ള സ്കോർ അപ്പോൾ തന്നെ സഞ്ജു ഔട്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു സ്കോറിൽ. അഹമ്മദാബാദിനെ സംബന്ധിച്ചിടത്തോളം 220 അല്ലെങ്കിൽ 200-ന് മുകളിൽ ഒരു സ്കോർ വേണമായിരുന്നു ഒരു പ്രതിരോധത്തിലേക്ക് വേണ്ടിയിട്ട്. ആ സ്കോർ ഉറപ്പിച്ചുകൊണ്ടാണ് സഞ്ജു മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. യെസ്, അക്ഷയ കൃഷ്ണാനന്ദ് ഒരിക്കൽ കൂടി ചേരുകയാണ് വീഴ്ചത്ത് എന്ന്. അക്ഷയ, അത്രമേൽ ആവേശം നമ്മൾ സ്ക്രീനുകളിൽ കാണുന്നുണ്ട്. പലപ്പോഴും അവിടെ നിന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് പോലും കേൾക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. അത്രമേൽ ആവേശം സഞ്ജുവിന്റെ നാട്ടിലുണ്ട്. എന്താണ് അവരുടെയൊക്കെ പ്രതികരണം ഇപ്പോൾ? യെസ്, അത്രമേൽ ആവേശമാണ് TV സ്ക്രീനുകളിൽ നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ കേരളത്തിലെ കാഴ്ചകളാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ അഹമ്മദാബാദിൽ എത്രമേൽ ആവേശമുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നത് തന്നെയാണ്. കോഴിക്കോട് ബീച്ചിലും തിരുവനന്തപുരത്ത് സഞ്ജുവിന്റെ നാട്ടിലുമൊക്കെ വലിയ TV സ്ക്രീനുകളിൽ ഒരുപാട് ആളുകൾ മത്സരം വീക്ഷിക്കാൻ, ഒരു സ്റ്റേഡിയത്തിൽ മത്സരം കാണുന്നതിന്റെ അതേ ആവേശത്തിൽ മത്സരം വീക്ഷിക്കുന്നതിനായി എത്തുന്നത് നമ്മൾ കണ്ടു. ആ ആവേശം നമുക്കും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യെസ്, നമ്മൾ അക്ഷയയിലേക്ക് ഒരിക്കൽ പോവുകയാണ്. അക്ഷയ, ആ നാട്ടുകാരൊക്കെ ഒരു വൈകാരിക നിമിഷമായിരിക്കും ഇത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവരുടെയൊക്കെ പ്രതികരണം? ഇവിടെ കുറച്ച് പേര് എന്നെ കാണാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അവര് പബ്ലിക് എക്സാം ആണെന്ന് പറഞ്ഞിട്ട് പബ്ലിക് എക്സാമിന് പോയിട്ട് പബ്ലിക് എക്സാമിന് പഠിത്തമൊന്നുമല്ല, ഞങ്ങൾക്ക് സഞ്ജുവിന്റെ കളി കാണണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. എന്തായിരുന്നു കളി? സഞ്ജുവിന്റെ കളി സഞ്ജു നൈസ് സെഞ്ചുറി പോയി, എന്നാലും അവൾ കപ്പടിച്ചില്ലേ? വെടിക്കെട്ട് കംബാക്ക്. പ്ലസ് ടു സപ്ലൈ ഒക്കെ ഉള്ള പിള്ളേരാണ്, പക്ഷെ എന്നാലും കളിയുടെ ഇൻട്രസ്റ്റിൽ കളിയാണോ? തടഞ്ഞവർക്കുള്ള മറുപടിയാണ്. ആരൊക്കെ തടഞ്ഞോ അവർക്കുള്ള മറുപടിയാണ് ഈ ഓരോ ഇന്നിങ്സിലും ഇവിടെ കാണിച്ചത്. സെമിഫൈനൽ ആവട്ടെ, ക്വാർട്ടർ ഫൈനൽ ആവട്ടെ, ഓരോ ഇന്നിങ്സിലും ഇവിടെ കാണിച്ചു വെച്ചത് അറബിക്കടലിന്റെ ശക്തിയാണ് കാണിച്ചത്. അതായത് അനീഷ, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്, മതിമറന്നിരിക്കുകയാണ്. അതായത് ചില കുട്ടികളൊക്കെ വന്നിട്ടുള്ളത് അവരുടെ എക്സാം ആണെന്നുണ്ടെങ്കിൽ പോലും അതുപോലും മറന്നിട്ടാണ് വിഴിഞ്ഞത്തെ കുട്ടികൾ സഞ്ജുവിന്റെ കളി കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. അതായത് അത്രയ്ക്ക് പ്രത്യാശയാണ് സഞ്ജു സാംസൺ എന്നുള്ള പേര്. അത്രയധികം സന്തോഷത്തിലാണ് വിഴിഞ്ഞ നിവാസികൾ. ആ സഞ്ജു സാംസൺ കളിച്ചു വളർന്ന ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന് ഒരുപാട് തലമുറ ഇനിയും ക്രിക്കറ്റിലേക്ക്, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ താരങ്ങളായി വരാനുണ്ട് എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് ചെറിയ പിള്ളേർ വരെ നമ്മളോട് പറയുന്നത്. അത്രമേൽ സന്തോഷത്തിലാണ്. അതുകൊണ്ട് വഴിത്തിരിവായത് സഞ്ജുവിന്റെ ഇന്നിങ്സ് തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിനൊരു തർക്കവുമില്ല. അത്തരത്തിൽ മതിമറന്ന് ആഘോഷിക്കുകയാണ് വിഴിഞ്ഞ നിവാസികൾ. അനീഷ, അക്ഷയയിലേക്ക് ഞാൻ മടങ്ങി എത്താം. ഇപ്പോൾ അജിത് കുമാർ കൂടി ചേരുകയാണ്, ക്രിക്കറ്റ് നിരീക്ഷകൻ, നമ്മോടൊപ്പം പ്രതികരിക്കാനായി. ശ്രീ അജിത് കുമാർ, നമ്മൾ ഈ മത്സരം കാണുമ്പോൾ ഒരേ ഒരു പേര് മാത്രം എത്തുകയാണ്, സഞ്ജു എന്ന പേര്. അത് കാതുകളിലുടനീളം മുഴങ്ങുകയാണ് ഈ തിരുവനന്തപുരത്തെ കാഴ്ചയായാലും. അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറയുടെ പ്രകടനം,